സ്ഥാനാരോഹണത്തിന് മുൻപ് പിണറായി വിജയനെ നേരിൽ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ LDFന്റെ വികസന പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സതീശൻ വ്യക്തമാക്കി. അതേസമയം 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 21-ന് ചേരും. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിച്ച ശേഷം വി ഡി സതീശന് തിരക്കോട് തിരക്കാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ തന്റെ മുൻഗാമികളായിട്ടുള്ളവരെയും പ്രമുഖരെയും ഒക്കെ നേരിട്ട് കാണുകയാണ് വി ഡി സതീശൻ. അതിൽ ഏറ്റവും രാഷ്ട്രീയ കൗതുകമുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നാണ് നടന്നത്. പിണറായി വിജയനെ വി ഡി സതീശൻ വീട്ടിലെത്തി സന്ദർശിച്ചു. ഭാര്യയ്ക്കും മകൾക്കും ചെറുമകനും മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം സിറ്റൗട്ടിലേക്ക് എത്തിയാണ് പിണറായി വിജയൻ വി ഡി സതീശനെ സ്വീകരിച്ചത്. ഒരല്പസമയം ഫോട്ടോയ്ക്ക് രണ്ടുപേരും കൈപിടിച്ചു നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തു. പിന്നീട് പിണറായി വിജയൻ വി ഡി സതീശനെ തന്റെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കപ്പ് ചായ നൽകി സൽക്കാരം. കുടുംബാംഗങ്ങളും ആ സൗഹൃദ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഔദ്യോഗികമായി ഒന്നും സംസാരിച്ചില്ല, വെറും സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമായിരുന്നു. അതിനുശേഷം ഇരുവരും കൈപിടിച്ച് ഓഫീസ് മുറിക്ക് പുറത്തേക്ക്, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട്, ഉറപ്പായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. വി ഡി സതീശൻ ഇങ്ങനെ പ്രതികരിച്ചെങ്കിലും പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചു. ഒരാശംസയെങ്കിലും പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതൊക്കെ പിന്നീടാകാം എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇതുവരെ പിണറായി വിജയൻ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒരു പ്രതികരണവും പറഞ്ഞിട്ടില്ല. അത് ഇന്നും തുടർന്നു. ഏതായാലും 21-ാം തീയതി 16ാം നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. അന്ന് പ്രോടൈം സ്പീക്കറാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. അന്ന് തന്നെ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. 22-ാം തീയതി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. 16ാം നിയമസഭയിൽ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാകും. 102 അംഗ ഭരണപക്ഷത്തെ നേരിടാൻ 35 അംഗത്തിന്റെ ബലവുമായി.